നമ്മുടെ കാർഷിക മേഖലയുടെ പൊതുവായ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ആവശ്യമായ മാറ്റങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമിതിയാണ് കാർഷിക വികസന സമിതി. നമ്മുടെ കാർഷിക രംഗത്ത് ഇന്ന് വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ മാറ്റങ്ങളുടെ എല്ലാം പൂർണ്ണമായ പ്രയോജനം കർഷകർക്ക് ലഭ്യമാക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യമുണ്ടോ? ആ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഗവൺമെൻറ് എല്ലാവരുമായി ചേർന്ന് നടത്തേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കത്തക്ക വിധത്തിലുള്ള പ്രൊഡക്ടിവിറ്റി വളരെയധികം വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും കാർഷിക മേഖലയിലെ ഗവേഷണങ്ങൾക്ക് ഗുണം കണ്ടെത്തി അതിൻ്റെ ഫലം കണ്ടെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതിൻ്റെ ആധുനിക കൃഷി രീതികളും ഗവേഷണത്തിൻ്റെ അനുഭവ ഫലങ്ങളും കൃഷിഭൂമിയിലെത്തിക്കാൻ, കൃഷിക്കാരിലെത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ വലിയ ഒരു മാറ്റത്തിന് നമുക്ക് സാധിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃഷി പറയുമ്പോൾ റബ്ബർ കൃഷിയിൽ മാത്രമാണ് നമുക്ക് ഒരു അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഏരിയ ഓഫ് കൾട്ടിവേഷൻ നോക്കിയാൽ, പ്രൊഡക്ഷൻ്റെ മൊത്തം പ്രൊഡക്ഷൻ നോക്കിയാൽ, പ്രൊഡക്ടിവിറ്റി നോക്കിയാൽ, ഈ മൂന്നിലും നമുക്ക് ഒരു നേട്ടം റബ്ബറിൻ്റെ രംഗത്തുണ്ട്. പക്ഷേ മറ്റ് കൃഷികളിൽ നമുക്കതുപോലെ ഒരു നേട്ടം നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നില്ല. സ്വന്തമെന്ന് നമ്മൾ കരുതുന്ന നെല്ലിൻ്റെയും നാളികേരത്തിൻ്റെയും കാര്യത്തിൽ പോലും. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ നമുക്ക് കൃഷി ആദായകരമാക്കാം, കൃഷിയെ ആശ്രയിച്ച് ഒരു കുടുംബത്തിന് എങ്ങനെ കഴിയാൻ സാധിക്കും, അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പ്രായോഗികമായി ഫലപ്രദമായി ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആധുനിക കൃഷി രീതികളും ഗവേഷണത്തിൻ്റെ ഫലവും കൃഷിക്കാരിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും. വളരെ നാളുകളായി കർഷകരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു നീര ഉൽപ്പാദനം. അപ്പം അത് സംബന്ധിച്ച് ഉള്ള തടസ്സങ്ങളൊക്കെ മാറ്റി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നീര ഉൽപ്പാദനത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും അതനുസരിച്ചുള്ള ഉൽപ്പാദനം തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട്. നാളികേര കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം കൂട്ടുവാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനമാണത്. ഗവൺമെൻറ് ആ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തി ആ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിലും ഇനിയും അത് കുറെ കൂടി പ്രയോജനകരമാക്കുന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ നൽകാം എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു.